ഹൃദയത്തിൽ പൊൻതാരമായി മധുരിക്കും സുന്ദര ഗാനങ്ങളിൽ മലരെ നീ അഴകോലും സംഗീതമായി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സന്തോഷവും ദുഃഖവും തന്നെ എന്റെ പെങ്ങളെ പറ്റിയോന്ന് എഴുതിയ പാട്ടാണ്. നീ പെറ്റ പൈതങ്ങളിൽ കാണുന്നു നിന്റെ മുഖം, നിന്റെ താരാട്ട് കേൾക്കാൻ കൊതിക്കുന്നുണ്ടവരിന്നും. അവരെ ഉറക്കാനായി ഇനി നീ വരില്ലല്ലോ, അവരെ ഉറക്കാനായി ഇനി നീ വരില്ലല്ലോ. ആ നല്ല നാളുകളൊന്നും പുനർജനിക്കില്ലല്ലോ. അതിൽ 2 പൈതങ്ങളൊന്നാണ് എൻ്റെ പെങ്ങളം മോൻ. ഇപ്പോഴും ആ പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ ആ പാട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒന്ന് എൻ്റെ കണ്ണ് നിറയും. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞൊരു ദിവസം. ഷാഫിന്റെ ചെറിയ മോനാണ്. എനിക്ക് 4 കുട്ടികളാണ്. ഏറ്റവും ഇളയ മോനാണ് ഷാഫി. 5 വയസ്സ് വരെ ഭാവിയെന്ന് വിളിച്ച് കൊണ്ടാടുത്തല. തോട്ട് പണി, ഹോട്ടൽ പണിയൊക്കെ എടുത്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കുട്ടികളെല്ലാം വളർത്തിയത്. നബിദിനത്തിന് ഞാനൊരു പാട്ട് എഴുതി കൊടുത്തു. അപ്പോൾ ആ പാട്ടിൽ ചെറിയൊരു സമ്മാനം എനിക്ക് കിട്ടി. അത് ഓന് ഏത് സ്റ്റേജിൽ കയറിയാലും അത് ആദ്യമായിട്ട് എപ്പോഴും പറയും, എഴുതി തന്ന പാട്ടുകൊണ്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ. ഇനി മരണം വരെ ഓൻ്റെ ഒരു തണൽ തന്നെ ഉള്ളൂ. അതിന് കൂടുതലായിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു. ഇനിയും മോന് ഇതിൽ ഉയരത്തിലെത്തിക്കാണാൻ അള്ളാഹു തൗഫീഖ് ചെയ്യും. ഷാഫി പാടിയ പാട്ട് സുന്ദരി നീ വന്ന് ഗസലായി സുർമ വരച്ച ചെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേനി നിന്റെ മഹിമാ. जो दिलों में नाते हैं वो जोड़े नहीं जाते, तोड़ लिए तो फिर छोड़े नहीं जाते. അതിനുള്ള നന്ദി കടപ്പാടെന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയൊരു കുറേ ജന്മങ്ങളെടുത്ത് തീർത്തു കൊടുത്താലും ഇവരെ സന്തോഷിപ്പിക്കാനുള്ള വകയായില്ല. കാരണം നിങ്ങളിപ്പോൾ വന്നപ്പോൾ കണ്ടില്ല, ഇപ്പോൾ കയറി വരുമ്പോൾ ഒരിക്കലും ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ പോലും പിടിച്ചു വരില്ല. ഇപ്പം ആ പണ്ടത്തെ ആ ശീലം ഇപ്പോഴും ഉപ്പാക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ഒരു നിലയിലെത്തി കാണാനുള്ള സന്തോഷം ഉപ്പാക്ക് ഉണ്ടായത്, അതിൻ്റെ സന്തോഷം എനിക്കുണ്ട്. അതെപ്പോഴും ഉണ്ടാവും. ഉപ്പ അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. എൻ്റെ പേര് മുസ്തഫ. ചെറുപ്പത്തിലന്നൊരു നാൾ കളിവീട് പണിയുമ്പോൾ എല്ലാരും ചേർന്ന് ചൊല്ലില്ലേ നമ്മൾ ഇണകളായി കൂടിടുമെന്ന്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരൻ എന്നുള്ള എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. നാട്ടിൽ തന്നെ ഞങ്ങളെ ഈ അടുത്ത കാലത്തായി ജന്മനാട്ടിന്റെ ഒരു ആദരവ് അദ്ദേഹത്തിന് ഈ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈ ഫീൽഡിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് കിനാവ് എന്ന കാസറ്റിന്റെ പ്രൊഡ്യൂസറായിട്ടാണ്. കലാഫീൽഡിലേക്കുള്ള ചുവടുവെപ്പിന് എനിക്ക് നല്ലൊരു വഴി തുറന്നു തന്നൊരു മനുഷ്യനാണ് ഹരിയേട്ടൻ. ഈ ഫീൽഡിലേക്കുള്ള കാൽവെപ്പിൽ ഒരുപാട് ആളുകൾ നിരാശപ്പെടുത്തിയെടുക്കുന്നു, കൈപിടിച്ചെന്നെ ഇവർക്ക് കൊണ്ടുവന്ന്. ചിട്ടിയായി എന്നുള്ള പാട്ട് ഷാഫി പാടിയപ്പോൾ എനിക്ക് അന്നേരം ഷാഫിന്റെ കറക്റ്റ് ഔട്ട്പുട്ട്, ഷാഫിന്റെ ഒരു കഴിവ് ഭയങ്കരമായിട്ട് ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തു. ഞാനിപ്പോ 17 ആൽബം ചെയ്തതിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത് കാതോർന്നിയപ്പോൾ ചൊല്ലിയ കാര്യം കനിയെ കനിയെ അത് കനവല്ലായിരുന്നെങ്കിൽ. ഞാൻ തൂങ്ങി മരിക്കാൻ പോവുകയാണ് സുനിതന്റെ കൂടെ ഷാഫിക്ക് അഭിനയിച്ചത്. തൂങ്ങി മരിക്കാൻ പോവാന്നല്ല, മരിച്ചിരുന്നു. തൂങ്ങി മരിച്ചു. സത്യം പറഞ്ഞ ഞാനും എന്റെ ഭാര്യയും എന്റെ കുട്ടിയും ഭാര്യ കൂട്ടുകാരും എന്റെ വീട്ടുകാരൊക്കെ നല്ല സന്തോഷമായിട്ട് ജീവിച്ചു. ഇതുകൂടാതെ ഷാഫിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പെൺകുട്ടികളെ വേറെ ആളുകൾ ഫോൺ ചെയ്യുന്നില്ലേ, അങ്ങനെ കുടിയിൽ പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനിപ്പം പ്രത്യേകിച്ച് ഇതെടുത്ത് പറയാൻ കാരണം, ഇങ്ങനെ ഒരു കലാകാരന്റെ പേരും പറഞ്ഞിട്ട് വിളിക്കുന്നവരുടെ ചതിക്കുഴിയിലും പെൺകുട്ടിയുടെ പ്രത്യേകം പെട്ടുപോകാതിരിക്കും. അപ്പൊ ഇതിലെ നമ്മൾ ഇത്രയും സംസാരിച്ച് നമ്മള് രണ്ടുപേരും മാത്രം. അപ്പൊ
അതാര് ഷഹബാസ് നമ്മളെ മോന്. തന്നെ ഉമ്മട്ട പോലെ നീലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റെഡിയായി ഇരിക്ക. ഇതാണ് എന്റെ മോൻ ടിപ്പു എന്ന് ഞാൻ വിളിക്കും. പലരും ചോദിക്കലുണ്ട് മോൻ പാട്ട് പാടുമോ, ഭാവിയിൽ പാട്ടുകാരനാക്കോ. അതൊന്നും ഞാനറിയില്ല. അള്ളാഹു അലം. മ്യൂസിക്കിലാണ് താല്പര്യമെങ്കിൽ അവരെ ഞാൻ ആ വഴിക്ക് വളർത്തും. പക്ഷെ ഒരിക്കലും മത്സരിക്കാൻ വിടും. മത്സരത്തിന്റെ ഫീൽഡാണ് സംഗീതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംഗീതം സമാധാനത്തിന്റെ ഫീൽഡാണ്, സ്നേഹമാണ് സംഗീതം. ആരെങ്കിലും എവിടെന്നെങ്കിലും കേട്ടിട്ട് പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചിട്ട് ജാടയാണെന്ന് പറയുന്നവർക്ക് ശക്തമായൊരു മറുപടി സത്യത്തിൽ എന്നെ പരിചയമുള്ള എൻ്റെ സുഹൃത്തുക്കൾ കൊടുക്കുവാനുള്ള മറുപടി. കാരണം എന്താ പറഞ്ഞാൽ അവർക്ക് നന്നായിട്ട് എന്നെ അടുത്തറിയാം. ഞാൻ വന്നിരിക്കുന്നത് വളരെ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് സാധാരണ കൂലി വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എല്ലായിടത്തും മനസ്സോടും സംസാരിക്കുന്നതാണ്. കാരണം എന്നല്ല, ഏതൊരു കലാകാരനെയും കലാകാരനാക്കി മാറ്റുന്ന ഓഡിയൻസാണ്, ഇവിടുത്തെ പ്രേക്ഷകരാണ്. നമ്മുടെ നിലനിൽപ്പ് ഓഡിയൻസാണ്. അവരെ മുന്നിൽ ഒരിക്കലും ഞാനിതുവരെ എന്റെ മനസ്സറിഞ്ഞുകൊണ്ട് ഒരാളെ മുന്നിലും ഒരു എന്താ പറയാ അഹങ്കാരത്തിന്റെ ഒരു മുഖഭാവം ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഒരു എന്താ പറയുക ഒരു തരി പോലെ എന്റെ മനസ്സിൽ അങ്ങനെ തരല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന. അല്ലെങ്കിൽ പിന്നെ എനിക്ക് പറയാറുണ്ട്, സംഗീതം 10-12 വർഷം പഠിച്ച ഒരു മനുഷ്യനാണെങ്കിൽ, അല്ലെങ്കിൽ സംഗീത പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നാണെങ്കിൽ എനിക്ക് ഇത്തിരി ചാടൊക്കെ കാണിക്കുക, എനിക്കെല്ലാം അറിയാമെന്നുള്ളത്. ഇത് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ എന്നെ എല്ലാം ആക്കി മാറ്റിയതിൽ പഠിച്ചവനും അതുപോലെ ഇവിടുത്തെ നല്ല മനസ്സുള്ള ഒരുപാട് ഓഡിയൻസാണ്. ആ നന്ദി എന്നും അവരോടുണ്ടാവും. ഒരിക്കലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എന്റെ നേരെയുള്ള എല്ലാ മാന്യ പ്രേക്ഷകരോടും ഞാൻ വിനീതമായിട്ട് പറയാണ്, എന്റെ നേരെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വെക്കല്ലേ. സ്റ്റുഡിയോയിൽ ലേറ്റ് ആയിട്ട് വരുന്നതിന്റെ കാരണം ഞാൻ ഒന്നേ ഉള്ളൂ. എനിക്കിപ്പോ ഒരു ദിവസം തന്നെ ആരെങ്കിലുമൊക്കെ നമുക്ക് കുറഞ്ഞ സമയം കുറച്ചൊന്നും തരും. എല്ലാവരും ഈ ഫീൽഡിൽ എല്ലാ കാലം നിലനിൽക്കുന്നില്ല. എന്നെ ഒരു പ്രൊഡ്യൂസർ വിളിച്ചാൽ അയാൾക്ക് പാടിക്കൊടുക്കണം. ആ പാട്ടിന് നമ്മൾ 1 മണിക്കൂർ സമയം എടുക്കുമെന്ന് വിചാരിച്ച പാട്ട് ചിലപ്പോൾ 2 മണിക്കൂർ പാടേണ്ടി വരും. അപ്പൊ ഇപ്പുറത്ത് പറഞ്ഞ സമയത്തിന് കുറച്ച് വൈകേണ്ടി വരും. ഒരിക്കലും കരുതി കൂട്ടി ഞാൻ ഒരിക്കലും എന്റെ ജോലിക്ക് എത്തൂല, നേരം വൈകി എത്തൂല. കാരണം ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം എനിക്ക് കഞ്ഞി കുടിക്കാൻ. കാരണം എനിക്ക് ഇപ്പം വേറെ ജോലിയില്ല. മുമ്പ് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്നു, 12 മണിക്ക് എല്ലാ നാടൻ പണിക്കൊക്കെ പോയിരുന്നു. ഇപ്പൊ ഇത് തന്നെ ജോലി. അപ്പം പാട്ടിന് ഞാൻ കരുതി കൂട്ടി നേരം വൈകി പോയാൽ എനിക്ക് നഷ്ടപ്പെടുന്ന എന്റെ അവസരവും അതിലുപരി എനിക്ക് കിട്ടാതെ പോകുന്ന എന്റെ കുടുംബം ഭക്ഷിക്കേണ്ട ഭക്ഷണത്തിലുള്ള കാശുമാണ്. ഉമ്മാന്റെ ഉമ്മ, അതുപോലെ അവരെ ഉമ്മയുടെ ഏട്ടത്തിമാര്, ആങ്ങള ഒക്കെ വലിയൊരു കുടുംബം അവിടെ ആന്ധ്രയിൽ താമസിക്കുന്നുണ്ട്. ഞാൻ പാട്ടുകാരനായിട്ടും എന്റെ മൂത്തമൊക്കെ മറ്റുള്ളവർക്ക് പാട്ട് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഗൽബാൻ ഫാത്തിമ ഫോണിൽ അവർക്ക് ദിൽ കെ അന്ദർ തൂ ഹേ നാ ആ ലിറിക്സിന്റെ സെയിം ഹിന്ദി വേർഡ്സ് ആണ് പാടിക്കൊടുത്തത്. അതിനും ഇവിടുത്തെ ജനങ്ങൾ സ്വീകരണം തന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എനിക്ക് ശേഷം ഇപ്പൊ ഒരുപാട് ഗായകന്മാർ എന്റെ ശബ്ദത്തിൽ തന്നെ ഉണ്ട്. കുറച്ചൊന്നും അവരെ ഇനിയും ഉയർത്തട്ടെ. കാരണം നല്ല കഴിവുള്ളവരാണ്, എന്നെക്കാളും നല്ല പ്ലാൻസ് ഉള്ളവരാണ്. ഇപ്പോൾ പുതിയതായിട്ട് അരിപ്പോ തിരുപ്പോ പാടിയ ആബിദ്, പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അരിപ്പോ തിരുപ്പോ അതുപോലെ എത്ര നാൾ കാത്തിരുന്നൊക്കെ ഞാൻ പാടിയതാണ്. സലീം കോടത്തൂരാണ് എത്ര നാൾ കാത്തിരുന്ന് പാടി. അതിന്റെ ക്രെഡിറ്റ് അവർക്ക് തന്നെ കൊടുക്കണം.